ഭൂമി കുംഭകോണ കേസിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ഇഡി ഇന്ന് അറസ്റ്റ് ചെയ്തേക്കുമെന്ന് സൂചന. റാഞ്ചിയിലെ ഔദ്യോഗിക വസതിയിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. സോറിനെതിരെ നിർണായക തെളിവുകൾ കണ്ടെത്തിയെന്നാണ് ഇഡിയുടെ വാദം. അതേസമയം ചോദ്യം ചെയ്യൽ കണക്കിലെടുത്ത് റാഞ്ചിയിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഗൗതം ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. ഗൗതം, ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മുഖ്യമന്ത്രി എവിടെ പോയി എന്നുള്ള ഒരു അഭ്യൂഹങ്ങൾ നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാവിലെ തന്നെ ഹേമന്ത് സോറൻ റാഞ്ചിയിൽ തിരിച്ചെത്തുന്നത്. ഇപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയാണ് ഇഡി. ഒരുപക്ഷെ ഇന്ന് തന്നെ അറസ്റ്റ് ഉണ്ടായേക്കെന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരികയല്ലേ? വിഷ്ണു, ഭൂമി കുംഭകോണ കേസിൽ ഇന്ന് തന്നെ ഹേമന്ത് സോറനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം. ഇന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹേമന്ത് സോറനുമായി ബന്ധപ്പെട്ട ഒരു വിവരവും ഇല്ല എന്ന വിമർശനം BJP ഉന്നയിക്കുന്നുണ്ട്. ഇന്നും ഇപ്പോൾ BJP നേതൃത്വം പറയുന്നത് കഴിഞ്ഞ 40 മണിക്കൂറായി ഹേമന്ത് സോറനെ പറ്റി ഒരു വിവരവും ഇല്ല എന്നുള്ളതാണ്. എന്തായാലും ഇന്നലെ ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ നിയമസഭാ കക്ഷി യോഗം ഉൾപ്പെടെ ചേർന്നിരുന്നു. ഹേമന്ത് സോറൻ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ് എങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഹേമന്ത് സോറന്റെ ഭാര്യയായ കൽപ്പന സോറൻ എത്തും എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലത്തെ നിയമസഭാ കക്ഷി യോഗത്തിന്റെ തീരുമാനം അതാണ്. പക്ഷേ പാർട്ടിയിൽ തന്നെ ഒരു വിഭാഗം അതിനെ ശക്തമായി എതിർക്കുന്നുണ്ട്. ഈ ഭൂമി കുംഭകോണത്തിൽ അറസ്റ്റ് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഹാജരാവുകയാണെങ്കിൽ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലുണ്ടാകും. അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ട കൃത്യമായ രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പക്കലുണ്ട്. അതിനാൽ സ്വാഭാവികമായും ഇന്നത്തെ ചോദ്യം ചെയ്യലിന് ശേഷം റാഞ്ചിയിൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. വിഷ്ണു, ഗൗതം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹേമന്ത് സോറിനെതിരായ തെളിവുകളുടെ കാര്യം എന്ന് പറയുന്നത് വളരെയധികം കൃത്യമാണ്. കഴിഞ്ഞ ദിവസം വളരെയധികം ഒരുപക്ഷെ 35 ലക്ഷത്തിലധികം രൂപയോളം പിടിച്ചെടുക്കുകയും ആഡംബര കാറുകൾ ഉൾപ്പെടെ ഇഡി കണ്ടെത്തുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഈ കൃത്യമായ തെളിവുകൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഹേമന്തിന് പൂർണ്ണമായും തിരിച്ചടിയാകുന്നു എന്ന് വേണ്ടേ പറയാൻ? വിഷ്ണു, ഡൽഹിയിലെ വസതിയിൽ നടന്ന റെയ്ഡിൽ ഹേമന്ത് സോറന്റെ എതിരെ നിരവധി തെളിവുകൾ ഇഡിക്ക് ലഭിച്ചു. ഡൽഹിയിലെ വീട്ടിൽ നടന്ന റെയ്ഡിലാണ് ഒരു ആഡംബര കാറും അതോടൊപ്പം തന്നെ 37 ലക്ഷം രൂപയും പിടിച്ചെടുത്തത്. ഇത് ഈ പ്രതിരോധ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ള അനധികൃത പണം മൂലം വാങ്ങിയതാണ് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭ്യമായിട്ടുള്ള വിവരം. ഇതേ തുടർന്നാണ് ചോദ്യം ചെയ്യലിന് അടിയന്തരമായി ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇഡി ഹേമന്ത് സോറന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും ഈ കേസ് മാത്രമല്ല, പ്രതിരോധ ഭൂമി ഇടപാടിനൊപ്പം അനധികൃത ഖനന കേസുകളും ഹേമന്ത് സോറന്റെ പേരിലുണ്ട്. നമുക്കറിയാം, ജാർഖണ്ഡിൽ ധാരാളം കൽക്കരി ഖനിയുള്ള സംസ്ഥാനമാണ്. അവിടെ അതുമായി ബന്ധപ്പെട്ട കേസുകൾ കൂടി ഇഡിയുടെ പക്കലുണ്ട്. അതിന്റെ തെളിവുകളുണ്ട്. അതിനാൽ 3 പ്രധാനപ്പെട്ട കേസുകളാണ് ഹേമന്ത് സോറൻ നേരിടുന്നത്. അതിൽ നിലവിൽ ഇന്നിപ്പോൾ ചോദ്യം ചെയ്യലിന് വിളിച്ചിരിക്കുന്നത് പ്രതിരോധ ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട കേസിലാണ്. അതിലാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ വസതിയിൽ നിന്നും 37 ലക്ഷം രൂപയും ഒരു BMW ആഡംബര കാറും ഇഡി കണ്ടെടുത്തത്. സ്വാഭാവികമായും ഇതെല്ലാം മുഖ്യമന്ത്രിക്കെതിരെയുള്ള നിർണായകമായ തെളിവുകളാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഇഡി വൃത്തങ്ങൾ അറിയിക്കുന്നത്. വ്യക്തമാണ്. ഭൂമി കുംഭകോണ കേസിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറിനെ ഇഡി ഇന്ന് അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. റാഞ്ചിയിൽ ഔദ്യോഗിക വസതിയിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. സോറിനെതിരെ നിർണായക തെളിവുകൾ കണ്ടെത്തിയെന്നാണ് ഇഡിയുടെ വാദം. അതേസമയം ചോദ്യം ചെയ്യൽ കണക്കിലെടുത്ത് റാഞ്ചിയിൽ കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗൗതമാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.